Srivalsan Grant inauguration. Right, sir? So, yes. Once again, we will now carry on to the സ്വാഗതം ചെയ്യുന്ന ladies and gentlemen, Hari is here. At the same time, മറ്റ് വിശിഷ്ട വ്യക്തികളെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറുണ്ട്. our municipality chairman and പത്തനംതിട്ട അഡ്വക്കേറ്റ് സാകിർ ഹുസൈൻ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ അരുൺ സാർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ചെയർമാൻ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ രാജേന്ദ്രൻ പിള്ളൈ. പിള്ളൈ സാറിന്റെ വേദിയിലേക്ക് ഒരു നല്ല കൈയടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ഹിയർ വി ഹാവ് വൈഷ്ണവി ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ വരുൺ ഷെന്റെ അതായത് ഫാദർ ഇൻ ലോ ഏറെ സ്നേഹം ആൻഡ് CPM ഡിസ്ട്രിക്ട് സെക്രട്ടറി മിസ്റ്റർ KP ഉദയബാലു സഖാവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മറ്റ് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള സനൽകുമാർ കോപ്പിൽ, ഗോപകുമാർ, സുരേഷ് കുമാർ ആൻഡ് മുനിസിപ്പൽ കൗൺസിലേഴ്സിനെയും അതോടൊപ്പം ഏറെ ബഹുമാനപൂർവ്വം നമുക്ക് ആദരണീയരായ മന്ത്രി. കൈയടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഫോണാ കാണുന്നേ. ഫോൺ എന്ന് പറയുന്നത് നല്ല കൈയടി തരുമോ? Alright. So ladies and gentlemen, yes. So honey, yes, happy Christmas. നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഹണി വരുന്നതിന് മുന്നേ നമ്മളിങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു ഹണി ഏത് ഡ്രസ്സിലായിരിക്കും എന്നുള്ളത്. സോ കൂടുതൽ പേരും ഗസ് ചെയ്തത് റെഡ് ആയിരിക്കും. ബിക്കോസ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഗസ് ഉണ്ടായിരുന്നു റെഡിലായിരിക്കും ഹണി എത്തുന്നതെന്ന്. സോ ഗൈസ്, റെഡ് പറഞ്ഞവരൊക്കെ ഹാപ്പി ആണോ? ഇവിടുന്ന് ഒരു വലിയ ഹാപ്പി ആയിട്ടല്ലോ. ഓൾമോസ്റ്റ് എല്ലാവരും റെഡ് പറഞ്ഞ് അവരൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. സോ ഹണി ഇനി കാത്തിരിക്കുന്നത് ഹണി നമ്മളോട് സംസാരിക്കാൻ പത്തനംതിട്ട മുഴുവൻ കാത്തിരിക്കുകയാണ്. ഹായ് പത്തനംതിട്ട, സുഖാണോ? ഏറ്റവും വലിയ സന്തോഷം എന്നാൽ ക്രിസ്മസിന്റെ ദിനം തന്നെ ഇവിടെ പത്തനംതിട്ടക്കാരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാൻ റെഡ് തന്നെ പ്രിഫർ ചെയ്യുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. നല്ലൊരു ദിവസത്തിലാണ് ശ്രീവത്സൻ ഗ്രാൻഡ്. എനിക്ക് തോന്നുന്നു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ 35,000 ആണ് നമ്മൾ എറണാകുളത്തൊക്കെ കാണുന്ന പോലെ. അത്രയും വലിയൊരു ബിഗസ്റ്റ് ഹോട്ടൽ എന്നൊക്കെ നമുക്ക് പറയാം. എല്ലാത്തരം ഫെസിലിറ്റീസും ഉണ്ട്. ബാങ്ക്വറ്റ് ഹാൾ, അങ്ങനെ റെസ്റ്റോറൻറ്റ്, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് വേണ്ട നല്ല അടിപൊളി റൂംസ് ഉണ്ട്. സോ ഇനിയുള്ള ഫാമിലി ഫങ്ഷൻസോ അല്ലെങ്കിൽ വെഡിങ്ങോ അങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇടയ്ക്കൊക്കെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് റൂം എടുക്കാം. അങ്ങനെ എന്താ പറയുക, ഇതേപോലത്തെയുള്ള സെലിബ്രേഷൻ ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ നമുക്കിവിടെ ശ്രീവത്സൻ ഗ്രാൻഡിയോടൊപ്പം അടിച്ചു പൊളിക്കാം. ഒത്തിരി സന്തോഷമുണ്ട്. രാജേന്ദ്രൻ സാറ് അദ്ദേഹം വരുന്നതേ ഉള്ളൂ അല്ലേ? അദ്ദേഹം ആണ് ഈ ഒരു ശ്രീവത്സൻ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. ഒത്തിരി വർഷത്തോളമുള്ള ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു ബ്രാൻഡാണ് ശ്രീവത്സൻ. ജുവലറി തൊട്ട് ടെക്സ്റ്റൈൽസ് അങ്ങനെ കൈവയ്ക്കാത്ത മേഖലകളില്ല. അത്രയും വലിയൊരു ബ്രാൻഡാണ്. ഇപ്പം അത് കൂടുതലും ഏറ്റെടുത്ത് നടത്തുന്നത് അരുൺ, അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്, കുട്ടികൾ തന്നെയാണ്. അപ്പം അതിൻ്റെ എനിക്ക് തോന്നുന്നത് എല്ലാവിധ ഐശ്വര്യവും നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു പുതിയ തുടക്കത്തിന്. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ യൂഷ്വലി ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും അല്ല, ഈ ഒരു ഇനോഗ്രൽ സീസൺ പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഉണ്ടാവും. രാജേന്ദ്രൻ സാറാണ് വരുന്നത്. നമസ്കാരം സാർ. വലിയൊരു വിജയമായി മാറണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി ഉണ്ടാവേണ്ടത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. യോജിക്കുന്ന നിലയിൽ ജില്ലാ ആസ്ഥാനത്ത് ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ ഒരു പേരുകൊണ്ട് തന്നെ അന്വർത്ഥമാക്കുന്ന നിലയിൽ ഒരു ഗ്രാൻഡ് ഹോട്ടൽ ആരംഭിക്കുന്നു. പത്തനംതിട്ടയിലേക്ക് എത്തുന്ന നിരവധി ആളുകൾക്ക്, ഈ നഗരത്തിലെ ജനാവലിക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ദിനമായി. വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്മസ് ഇപ്പം ഇന്നലെ കുറച്ച് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ആ സെലിബ്രേഷൻ മാറ്റിവെച്ച് എനിക്ക് തോന്നുന്നു സെലിബ്രേഷൻ ഇവിടെ ആകാമെന്ന് കരുതി ഇങ്ങോട്ട് പോകും. ന്യൂ ഇയറിൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഒരു ചിത്രം വരുന്നുണ്ട്. റേച്ചൽ എന്നാണ് പടത്തിൻ്റെ പേര്. വളരെ നന്നായിട്ട് മൂവി വന്നിട്ടുണ്ട്. അപ്പം ഫെബ്രുവരിയിലേക്കായിരിക്കും റിലീസ്. ഫെബ്രുവരി 21 ഇപ്പം ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ്. അപ്പം ഞാനൊരു ഇറച്ചി വെട്ടുകാരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്.
സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും ടൈറ്റിൽ ക്യാരക്ടർ ത്രൂ ഔട്ട് നിൽക്കുന്ന ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പടം ഇറങ്ങുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി കാണണം. 2 സ്റ്റെപ്പൊക്കെ വെക്കണം.